അല്ല ആക്ച്വലി ഞാൻ ലാലേട്ടന് ഒരു കഥ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഒരിക്കലും ഒരു ഫുൾ കഥയായിട്ട് എവിടെയും പ്രസന്റ് ചെയ്തില്ല. ഈ കഥയാണല്ലോ ഒരു ഐഡിയ മാത്രമേ പിച്ച് ചെയ്തിട്ടുള്ളൂ. മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകൾ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്യുന്ന നടന്മാർക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ പലപ്പോഴും ഇല്ല. ജോസഫിന് ശേഷം ആദ്യം അനൗൺസ് ചെയ്ത പടം ആരോ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. എനിക്കൊന്ന് 2018 അനൗൺസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒരു പടം നടക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ ഞാൻ പോലീസ് സിനിമ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കഴിയുന്നത് എല്ലാ സിനിമകളും വ്യത്യസ്തമാക്കാൻ നോക്കുന്നുണ്ട്. ഇതുവരെയുള്ള സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സിനിമ ഇത് തന്നെയാണ്. കിഷ്കിന്ത കഴിഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ മ്യൂസിക് ഭയങ്കര പേഴ്സണലാണ് പലർക്കും. കളങ്കാവിൽ ആക്ച്വലി പാട്ടുകൾ പ്ലാൻ ഉണ്ടായിരുന്നില്ല, നമ്മൾ റൈറ്റ്സ് മേടിക്കുക എന്നുള്ളതിലാണ്. എനിക്ക് അങ്ങനത്തെ ഒരു റെട്രോ കൈൻഡ് ഓഫ് സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ ഒരു സിനിമ റീവിസിറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അത് റിലവൻ്റ് ആണ് എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. മമ്മൂട്ടിക്കൊപ്പം കളങ്കാവിൽ ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഒരു സ്റ്റാറിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത്? ബിക്കോസ് ഞാനത് ആഗ്രഹിച്ചിരുന്നതാണ്. ബ്രഹ്മയുഗം ഇപ്പൊ നാഷണൽ അവാർഡ് വിൻ ചെയ്തു. ഇനിയിപ്പോ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ കളങ്കാവൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അറിയില്ല. ഹലോ, ഉന്മാദം സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് ഷാഹി കബീർ, മുജീബ് മജീദ് ആൻഡ് അരുൺ ചെറുകാവിൽ. ഓക്കെ, ഹായ് സർ. ഹായ്. അപ്പം ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഉന്മാദം എന്ന പേര് ഈ സിനിമയ്ക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞങ്ങള് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കൃത്യമായ പേരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഡയറക്ടറും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. ആ പുസ്തകത്തിന്റെ പേര് ഉന്മാദം എന്നാണ്. അത് എനിക്കൊന്ന് NP സജീഷും വേറൊരാൾ കൂടെ ഉണ്ട്, ഷാജു. അവർ രണ്ടും കൂടെ എഴുതിയൊരു പുസ്തകമാണ്. എൻ്റെ ലൈഫിൽ ഭയങ്കര പേഴ്സണൽ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. കാരണം അത് ആ പുസ്തകത്തിന്റെ കഥ പറഞ്ഞതാണ്, വെറുതെ എന്തോ പറയാൻ വന്നപ്പോൾ പറഞ്ഞതാണ്. ആ പുസ്തകത്തിൽ ലോകത്തുള്ള എല്ലാ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ, മ്യൂസീഷ്യൻസ്, എല്ലാ പ്രശസ്തരായ ഉന്മാദികളെയും കുറിച്ചാണ് പുസ്തകം. എന്ന് വെച്ചാൽ ക്രിയേറ്റീവ്ലി ആർട്ടിസ്റ്റ് ഡാലി തൊട്ട് ബഷീർ വരെ ലോകത്തുള്ള എല്ലാ ഇവരെ കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു. അപ്പോഴാണ് കിരൺദാസ് ഭട്ട് എന്ന് പറയുന്നത് അളിയാ പേരിട്ടാലോ എന്ന്. അങ്ങനെയാണ് ഉന്മാദം എന്നുള്ള പേര് സിനിമയ്ക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ പല്ലിയോ? അത് നമ്മളുടെ സിനിമാപരമായ മറ്റൊരു കാര്യമാണ്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ഇപ്പം ഒരു സംവിധായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സംബന്ധിച്ച് 3 സിനിമയും ഒരേ നടനെ വെച്ച് ചെയ്യുന്നു. ഇപ്പം നായാട്ടായിക്കോട്ടെ, ഓഫീസ് ഓൺ ഡ്യൂട്ടി ആയിക്കോട്ടെ, ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും കുഞ്ചാക്കോ ബോബനാണ്, അതും ഒരേ പോലീസ് വേഷത്തിൽ തന്നെ ചെയ്യുന്നു. എന്തായിരുന്നു ചാക്കോച്ചനിലേക്ക് ഈ വേഷം എത്തിക്കാനുണ്ടായിരുന്നൊരു? ഇല്ല, ചാക്കോച്ചനുമായിട്ട് ഇനിയും സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അതൊരു സൗഹൃദമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ഒരേ വാർഡിൽ അല്ലെ ഒരേ ബൂത്തിൽ വോട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ചാക്കോച്ചനുമായിട്ട് മാത്രമേ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് സൗഹൃദം ഇല്ലാതെ വരുന്നുള്ളൂ. ചാക്കോച്ചന്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സാണ്. ക്രിക്കറ്റ് കളി അങ്ങനെയുള്ള ഗെയിമൊക്കെ ആയിട്ട്. അതല്ലാതെ മറ്റു കാരണങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കൊരു സിനിമ വരുമ്പോൾ തോന്നും ഇദ്ദേഹമാണ് അതിന് ആപ്റ്റ് എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ കഥ അദ്ദേഹത്തെ. ഇതിലേക്ക് അഞ്ചന്റെ ഒരു ക്യാരക്ടർ എന്താണ്, ഈ സിനിമയിലെ ക്യാരക്ടർ പറയാൻ പറ്റുമോ? ഈ സിനിമയിലെ കഥാപാത്രം ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക കഥ പുരോഗമിക്കുന്നത് വെച്ചിട്ട് അത്രേ പറയാൻ നമുക്ക് പറ്റുള്ളൂ. ബാക്കി അതിൽ നിന്ന് വിട്ടു പറഞ്ഞാലും സ്പോയിലർ ആവും എന്നുള്ളൊരു വലിയൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് കഥാപാത്രമാണ്. ഇപ്പം ഈ ഒരു ഹൊറർ എലമെന്റ് ഉള്ള ഒരു സിനിമയ്ക്ക് പാട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? പാട്ടുകൾ അത് സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകണം. സീനുമായിട്ട്, അതായത് പഴവുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ അതിൻ്റെ ഓരോ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ പാട്ടിന്റെ പൾസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഒരു സിനിമ ഈ പാട്ടുകൾ നോക്കുന്ന സമയത്ത് അനിരുദ്ധ് രവിചന്ദ്രൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി AI-ന്റെ ഇത് വെച്ചിട്ട് പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. AI പരീക്ഷിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ട്രാക്ക് ഒക്കെ AI യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരിക്കലും ഒരു മെലഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പൊ ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇപ്പൊ ഡയറക്ടർ വന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ എനിക്കൊരു ഫ്ലൂട്ട് എന്ന ഇൻസ്ട്രുമെന്റ് വേണം. അപ്പൊ പലപ്പോഴും നമ്മൾ കീബോർഡിൽ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മളത് പാടിയിട്ട് കൊടുത്തിട്ട് ആ സെയിം സാധനം ഫ്ലൂട്ടിന്റെ ടോണിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു വിധമൊക്കെ നമുക്കത്, കാരണം എപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇവിടെ പല സോഫ്റ്റ്വെയർസും.
പക്ഷെ നമുക്കതൊരു റെഫറൻസ് ആയിട്ട് കേൾപ്പിക്കാൻ പറ്റും. പിന്നീട് അതെനിക്ക് ഒരു ലൈവ് ആർട്ടിസ്റ്റിനെ വിളിച്ച് അത് വായിപ്പിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളാണ് എപ്പോഴും ഷാഹിച്ചേട്ടൻ്റെ സിനിമകളിൽ വന്നിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഹൊറർ എലമെന്റും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ഇതും പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണോ? അല്ലേ, ആക്ച്വലി ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന തന്നെ ഒരു പ്രശ്നം ഇതാണ് സാർ. എന്താ വെച്ചാൽ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ എഴുതി കഴിഞ്ഞ് ഒരിക്കലും തലക്കടിച്ചൊന്നോ അങ്ങനെയൊക്കെ ഒരു ഓർഗൻ എടുക്കാന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു സിനിമാറ്റിക് ലിബർട്ടിയിലാണ് ഞാൻ എടുത്തത്. പക്ഷെ കാക്കിയിട്ട് ഞാൻ എഴുതിയത് കൊണ്ട് ഇത് സത്യസന്ധമായി നടന്ന സംഭവമാണെന്ന് ബഹുഭൂരിപക്ഷം പേരും വിശ്വസിച്ചു. ഇത് റൈറ്ററും കഥയും ഭയങ്കര ഡിഫറൻ്റ് ആണ്. അതിനെ അങ്ങനെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ പോലീസുകാരനായതുകൊണ്ട് അത് റിയലാണെന്ന് വിശ്വസിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടായത് ഇവിടുത്തെ അത്ര അസുഖങ്ങൾ വന്ന ആൾക്കാർക്ക് ഓർഗൻസ് കിട്ടാതാവുന്നൊരു സിറ്റുവേഷനിലോട്ട് അത് പോയി. ഈ സിനിമയെ അതേ കണക്കൊരു രീതിയാണ്. റൈറ്ററും കഥയും രണ്ട് ഡിഫറൻ്റ് ആണ്. അല്ലാതെ എൻ്റെ എപ്പോഴും പറയുമ്പം പെട്ടെന്ന് ഒരു പ്രൊമോഷന്റെ ഒക്കെ ഭാഗമായിട്ട് ആൾക്കാർ പറയും റിയൽ ലൈഫ്, ഒരുപക്ഷെ അതൊരു കച്ചവടത്തിന്റെ ഭാഗമാവാം. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇതൊന്നുമല്ല ഞാൻ എന്നുള്ളതാണ് എന്റെ വസ്തുത. പലപ്പോഴും അങ്ങനെ ഒരു ഇത് വരാൻ കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ജീവിതഗന്ധി ആയതുകൊണ്ട് അങ്ങനെ ആരോപിക്കപ്പെടുന്നതും കൂടി ആയിരിക്കും അത് റിയൽ ആണെന്നുള്ളത്. അതെ അതെ. ഇപ്പൊ ഈ ചേട്ടനൊരു കരിയർ നോക്കുകയാണെങ്കിൽ എല്ലാം പോലീസ് സ്റ്റോറികളാണ്. എപ്പോഴെങ്കിലും ഈ പോലീസ് സ്റ്റോറികൾ അല്ലാതെ മറ്റൊരു ഓണർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രൈ ചെയ്യാം എന്നൊരു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ജോസഫിന് ശേഷം ആദ്യം അനൗൺസ് ചെയ്ത പടം ആരോ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. എനിക്കൊന്ന് 2018 അനൗൺസ് ചെയ്തതാണ്. അത് കുട്ടനാട്ടിലെ വള്ളംകളിയെ ബേസ് ചെയ്തിട്ടാണ്. ആ സിനിമയ്ക്ക് ഒരു 19 കോടി വേണം. അപ്പൊ അങ്ങനെ ഒരു പടം നടക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ ഞാൻ പോലീസ് സിനിമ ട്രൈ ചെയ്യുന്നുണ്ടല്ല. പിന്നീട് ഇതൊരു എന്താ പറയുക, ഭയങ്കര നമുക്ക് ഈസിലി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പോലീസ് ആയതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട്. പിന്നെ കഴിയുന്നത് എല്ലാ സിനിമകളും വ്യത്യസ്തമാക്കാൻ നോക്കുന്നുണ്ട്. ഇതുവരെയുള്ള സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സിനിമ ഇത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടിരുന്നു. 2-3 വട്ടം കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ഉന്മാദം. അത്രയും അത് അന്ന് ഞാൻ ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞപ്പോ എന്റെ ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ സിനിമകൾ രണ്ടാമതൊന്നും കാണാൻ പറ്റില്ല എന്ന് ആങ്കർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാണ് ഈ സിനിമ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ കാണാം. അങ്ങനത്തെ ഒരു എന്താ പറയാ ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാക്കില്ല ആൾക്കാർക്കെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ ഈ സിനിമ ചിലപ്പോൾ ഒരു പലതവണ വ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യവും കൂടെ ഉണ്ടാവാം. കാര്യം പല ലെയറുകൾ അതിലുണ്ട്. പിന്നീട് ഓഡിയൻസിന് വീണ്ടും കാണാം, അല്ലെങ്കിൽ വീണ്ടും ഒരു കാലം കാണാം. ഇപ്പൊ കണ്ടു കഴിഞ്ഞ് കുറച്ച് നാളുകൾ കണ്ട് വീണ്ടും റീവിസിറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഡെപ്ത് ഉള്ള ഒരു സിനിമയും കൂടിയാണ്. അതാണ് അതിന്റെ പോയിന്റ്. കുറച്ചും ആഴമുള്ള സിനിമയാണ് അത്തരത്തിൽ. ഇപ്പം ഒരു ഹൊറർ എലമെന്റ് അല്ലെങ്കിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്ലീഷേകൾ പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? നമ്മളങ്ങനെ ക്ലീഷേ പൊളിക്കാൻ വേണ്ടിയൊന്നും സിനിമയല്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു കഥ എഴുതി പോവും. അതിൻ്റെ അകത്ത് കുറേ വിശ്വാസമുള്ള ആൾക്കാരെ നമ്മൾ കഥ കേൾപ്പിക്കും. ഇപ്പൊ അരുൺ ചെറുകാവില് ഈ സ്ക്രിപ്റ്റ് ഇനീഷ്യൽ ടൈമിൽ വായിച്ച ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തോട് ഞാൻ പല കഥകളും ബൗൺസ് ചെയ്യാറുണ്ട്. സോ ഒരു എന്താ പറയുക, പുള്ളി അങ്ങനെ സിനിമകൾ കാണുന്ന ആളാണ്, വായിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നമ്മളൊരു കഥ അങ്ങ് ഉണ്ടാക്കുന്നതല്ലാതെ ഈ ക്ലീഷേ പൊളിക്കാന്ന് വെച്ചില്ല. അങ്ങനെ ഒരു ചിന്തയിൽ ഒരു സിനിമ ചെയ്തിട്ടുള്ളത് ജോസഫ് മാത്രമാണ്. കാരണം ആ സിനിമയിൽ ക്ലീഷകൾ നിരന്തരം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചൊരു സിനിമ അതാണ്. ബാക്കിയെല്ലാം ഓർഗാനിക്കായിട്ട് സംഭവിച്ചതാണ്. ഇപ്പം പുതിയ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഈ സിനിമയ്ക്ക് പാട്ട് തയ്യാറാക്കുമ്പോൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇതില് ഒരു ട്രാക്ക് ആക്ച്വലി ആദ്യം ലിറിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ കമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ പാട്ട് ഇന്ന് 6 മണിക്ക് റിലീസ് ഉണ്ട്. സോ അത് ആദ്യം വിനായക് ലിറിക്ക് എഴുതി, എന്നിട്ടാണ് ഞാനത് ട്യൂൺ ചെയ്ത്, എന്നിട്ട് പിന്നെ കുറച്ചൊക്കെ നമ്മൾ മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ചേട്ടൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റാണ്. ഏതൊരു സിനിമയ്ക്ക് പാട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, ഏത് പ്രൊജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇല്ല, അങ്ങനെ ഹെവിനെസ് ഫീൽ ചെയ്തിട്ടില്ല. അത് എല്ലാ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് പാട്ടുകൾ ആക്ച്വലി ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ധീരനിലാണ് കുറച്ചുകൂടെ കൂടുതൽ പാട്ടുകൾ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് കളങ്കാവല് ആക്ച്വലി പാട്ടുകൾ പ്ലാൻ ഉണ്ടായിരുന്നില്ല, നമ്മൾ റൈറ്റ്സ് മേടിക്കുക എന്നുള്ളതിലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു റെട്രോ കൈൻഡ് ഓഫ് സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പ്രൊഡക്ഷനും റെഡി ആയിരുന്നു, ഡയറക്ടറും റെഡി ആയിരുന്നു, അങ്ങനെ ചെയ്തതാ. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഇപ്പം ഓരോ പാട്ടും ഹിറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഓരോ സിനിമയിലെ സ്കോറുകളും ശ്രദ്ധിക്കപ്പെടുന്നു. ഇത് അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഓരോന്നും എക്സ്പെക്ടേഷൻസ് ആൾക്കാരിൽ കൂടുമ്പോൾ അതൊരു ഭാരമായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, ഇനീഷ്യലി ഉണ്ടായിരുന്നു. എനിക്ക് കിഷ്കിന്ത കഴിഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അത് നന്നാവോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കുക. ഇപ്പം ഓരോ സിനിമകളിലെ പാട്ടുകളും ഇതിന് ചിലപ്പോൾ സിനിമ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ചില സമയത്ത് പാട്ടുകൾ ഹിറ്റാവും. അതുപോലെ ഈ ഉന്മാദത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് പിന്നീടും ആൾക്കാർ ശ്രദ്ധിക്കും, അങ്ങനെ തോന്നുന്നുണ്ടോ? സിനിമ ഹിറ്റായാലും പാട്ട് ഹിറ്റാവും. അല്ല, ചില സിനിമ അങ്ങനെയല്ല, ചില സിനിമകൾ. ഞാനൊന്ന് മുജീബിനോട് ആദ്യമേ പറഞ്ഞാണ്, മുജീബ് ഇതെല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ട്. ഞാൻ അരുണ കേൾപ്പിച്ചിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അപ്പൊ ചില സിനിമകൾ ചിലപ്പോൾ നമുക്ക് ചില പാട്ടുകൾ പറയുമ്പോഴേക്കോ ഓക്കെ ഇത് ആ സിനിമയാണല്ലോ എന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. അതുപോലെ ഈ സിനിമയിലും അതുപോലെ എന്തെങ്കിലും ചേരുവകൾ ചേർത്തിട്ടുണ്ടോ? അറിയില്ല, അത് എനിക്ക് തോന്നുന്നത് ആൾക്കാർ എടുക്കുമ്പോഴാണ് എല്ലാം. അതാ ഓഡിയൻസിന്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എന്ന് ഞാനിന്ന് പറഞ്ഞു. മ്യൂസിക് ഭയങ്കര പേഴ്സണലാ പലർക്കും. ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടാണ്ടിരിക്കും. എന്ന് വെച്ചാൽ പാട്ട് മോശമാണോന്നില്ല, അറിയില്ല. പ്രേക്ഷകന്റെ കാഴ്ചപ്പാടിലേക്ക് വിട്ടുകൊടുക്കും, സിനിമയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും. അതെ. ഇപ്പൊ ചേട്ടനെ നോക്കുകയാണെങ്കിൽ ചേട്ടന് ഭയങ്കര ഏർലി ടൈമിൽ കരിയർ ആരംഭിച്ച ഒരാളാണ്. ചെറുപ്പത്തിലെ സിനിമയിൽ ഒരു ജേണി പോലും സിനിമയിലുള്ള ജേണിയാണ്. ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുകയും ചെയ്തു. ഒരുപാട് ചെയ്തിട്ടില്ല, എന്നാലും മൾട്ടിപ്പിൾ ഒരു 2-3 കൂടുതൽ ചെയ്തു. ഈ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്? അപ്പൊ ഒരു പോലീസ് ക്യാരക്ടർ വരുമ്പോൾ സാധാരണ ചെയ്തൊരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരുമല്ലോ. എടുക്കാതിരിക്കാൻ മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകൾ അല്ലെങ്കിൽ സപ്പോർട്ടിങ് റോളുകൾ ചെയ്യുന്ന നടന്മാർക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ പലപ്പോഴും ഇല്ല. അത് ഈ നമ്മളുടെ സിനിമയിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ്. നമ്മൾ അത് ഒരു റോള് നമ്മളാണ് വ്യത്യസ്തമാക്കേണ്ടത്. എങ്ങനെയാണ് അത് നമുക്ക് കിട്ടിയ അവസരം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ഞാൻ എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരാളാണ് ഞാൻ തോന്നുന്നില്ല. അതൊരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് മാത്രം പറ്റുന്ന, അല്ലെങ്കിൽ അവരവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ ഈ കഥാപാത്രം എങ്ങനെയാണ് മറ്റൊരു കഥാപാത്രത്തിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കേണ്ടത് എന്ന് നമുക്ക് ആ കഥാപാത്രങ്ങൾ തന്നവരും എല്ലാവരും കൂടെ കൂടി ചേർന്നുള്ളൊരു വർക്കിന്റെ അനന്തരഫലമായിട്ടാണ് അത് വരിക. അപ്പൊ എന്തായാലും ഞാൻ മുമ്പ് ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തം തന്നെയാണ് ഈ സിനിമ, തീർത്തും വ്യത്യസ്തമാണ്. അപ്പം എന്നെ മലയാള സിനിമ വേണ്ട വിധത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, മലയാള സിനിമ അങ്ങനെ ആരെയും എക്സ്പ്ലോർ ചെയ്യാതിരിക്കുകയും ചെയ്യാറില്ല. മലയാള സിനിമ അങ്ങനെ എന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പം നേരത്തെ വർക്ക് ചെയ്ത ആൾക്കാരെ പിന്നെയും കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു മാറ്റി പരീക്ഷണങ്ങൾ നടത്താത്തതോ അല്ലെങ്കിൽ അതൊരു എന്തായിട്ടോ കാണുന്നത്? അവരുടെ ഒരു കംഫർട്ട് സോൺ ആണോ? അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് സോണിന്റെ ആണോ? ഞാൻ ചില ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ ആളുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് സിനിമാ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളി പറയുന്ന സാധനമാണ്, ഒരു സിനിമ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യര്, നമ്മളെ സുഹൃത്തുക്കള്, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈം എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അല്ല ഇതൊരു പണിയാണെന്നല്ല തോന്നുന്നു. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരോടെ ഒരു 6-7 മാസം ചെലവഴിക്കുന്നു. സിനിമയുടെ റിസൾട്ട് എന്തായാലും നല്ല മെമ്മറീസ് ഇതിൻ്റെ അകത്തുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ആൾക്കാർ, ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ, അങ്ങനെ ഒരു സർക്കിളിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു എക്സ്പെരിമെന്റ് നടത്തുക എന്നുള്ളത് ഞാൻ എൻ്റെ ഹാപ്പിനെസ് ആണ് കൂടുതലും. ആ റിസൾട്ട് സിനിമയിൽ കാണാൻ പറ്റും കേട്ടോ, അങ്ങനെ ചെയ്യുന്നതിന്റെ. ഇപ്പൊ നേരത്തെ മുജീബിനോട് ചോദിച്ചില്ലേ, നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെട്ടാണോ ഏതെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ട്? ഷായി ചേട്ടനാണെങ്കിലും ഓരോ സിനിമയും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതെ, എല്ലാ സിനിമകളും ഹിറ്റാണ്, ബോക്സ് ഓഫീസിൽ ഹിറ്റാണ് എല്ലാ സിനിമകളും. കണക്കുകൾ നോക്കുന്ന സമയത്ത് ബോക്സ് ഓഫീസ് ഹിറ്റാണ് ഈ സിനിമ. ഇത് തന്നെ അടുത്തൊരു സിനിമയ്ക്ക് പേര് വരുമ്പോൾ അതിന്റെ ഒരു പ്രയാസമോ അല്ലെങ്കിൽ ഓക്കെ എക്സ്പെക്ടേഷൻ ഇത് ബീറ്റ് ചെയ്യുമോ അങ്ങനത്തെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരാറുണ്ടോ? അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വരുന്നു, ഹിറ്റ് അടിക്കുന്നു, പോകുന്നു, ആ മോഡാണോ? അങ്ങനല്ല. നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുന്നത് നമ്മൾ ആ സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിന്റെ റിസൾട്ട് എന്തും ആവാം. നമ്മളിപ്പോ ഒരു റിസൾട്ടിനെ ഭയന്നാണ് നമുക്ക് ഇവിടെ ഒരു പണിയെടുക്കാൻ പറ്റില്ല, ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനൊരു പണിയെടുക്കുന്നു, അത് നന്നായാൽ നന്നായി, ഇല്ലെങ്കിൽ നിർത്തി പോവുക. കാരണം ഈ സിനിമയിൽ വന്ന് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇതുവരെ കിട്ടിയതല്ല ലാഭമാണ്, ഈ മൊമെന്റ് വരെ ലാഭമാണ് അല്ലേ. ശരിക്കും ഹാപ്പിയാണ് നമ്മൾ ഈ മൊമെന്റ് വരെ. നാളെ എന്താ സംഭവിക്കും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ആ ഒരു ലാഘവത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ നമുക്കത് കൂടുതൽ പ്രയാസം ഉണ്ടാക്കുകയാണ് ചെയ്യുക. നമ്മുടെ വർക്കിനൊക്കെ നമ്മളാണ് ടെൻഷൻ അടിക്കുക. അയ്യോ നമ്മൾ എന്തിനാണ് അങ്ങനെ ഭയപ്പെടുന്നത്? ഓക്കെ, റിസൾട്ട് എന്തോ ആവട്ടെ, പരീക്ഷ എഴുതുന്ന കണക്കാണ്. അതെ, പൊട്ടി എന്നുള്ളൊരു മൈൻഡില്. അങ്ങനെ പൊട്ടി എന്നല്ല, അങ്ങനെ ഒരു ചിന്തയില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. പൊട്ടാതിരിക്കുന്നോളെന്നുള്ളത് നമ്മുടെ സർവൈവൽ. അതെ, അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് നമ്മുടെ സർവൈവലിന്.
പിന്നെ ജനം കാണുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്. മോശമാവുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പം മമ്മൂട്ടിക്കൊപ്പം കളങ്കാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഒരു സ്റ്റാറിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത്? ബിക്കോസ് ഞാനത് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് എന്തോ ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് എന്നുള്ളത് എപ്പോഴും എൻ്റെ ഇതിലുണ്ടായിരുന്നു. ബിക്കോസ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു, അത് വന്നു. അപ്പോൾ അത് അതിൻ്റെ ഫ്ലോയിൽ തന്നെ അത് ചെയ്തു പോയി. ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ റെഡിയാക്കാനോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സാധനം സംതൃപ്തി വരാതെ എപ്പോഴെങ്കിലും മാറ്റി അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഇതിന്റെ ഒരു പാർട്ടാണ്. അത് ഇതിന്റെ ഒരു പ്രോസസ്സും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് ആദ്യത്തെ സാധനം തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഡയറക്ടറിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ കുറെ കഴിഞ്ഞ് പുള്ളി അത് കേട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് തന്നെ മതി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സീൻ പല പ്രാവശ്യം നമ്മൾ റീവർക്ക് ചെയ്തു, എന്നിട്ട് തിരിച്ച് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് തന്നെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു പ്രോസസ്സാണ്. ഇത്രയും ഒരു പാട്ടുകൾ ചെയ്തു, ഇപ്പം എപ്പോഴും മെമ്മറിയിൽ എപ്പോഴും ഓക്കെ എന്റെ ഫസ്റ്റ് പാട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ അത് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവുമല്ലോ. അതെന്തായിരുന്നു ഒരു മൊമെന്റ്? എന്റെ ഫസ്റ്റ് ഫിലിം മന്ദാരം എന്ന് പറഞ്ഞ പടമാണ്. അപ്പൊ അത് എനിക്കെന്നും എന്റെ പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പൊ പിന്നെ അതിലത്തെ പാട്ടുകളാണ് ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് എന്റെ ബെസ്റ്റ് ഇനി യെറ്റ് ടു കം. ഇപ്പം ചേട്ടനെ നോക്കുകയാണെങ്കിൽ ഫോർ ദ പീപ്പിൾ റീ റിലീസിന് വരികയാണ്. ഫോർ ദ പീപ്പിൾ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? റീ റിലീസിന്റെ പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കൂടുതൽ പറയേണ്ടത് അതിന്റെ നിർമ്മാതാവാണ്. അപ്പൊ ഈ ഒരു പഴയ സിനിമ അതിന്റെ റീസ്റ്റോറേഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ അതിന്റെ റിലീസിനെ കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മേ ബി അത് നിർമ്മാതാവായിരിക്കും അതിനെക്കുറിച്ച്. അതൊരു നമ്മളിപ്പം റീ റിലീസുകളുടെ ഒരു ഇത് റേഷ്യോ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഫോർ ദ പീപ്പിളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട്. അതിന്റെ ഇപ്പം ഒരു സിനിമ റീ റിലീസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് നല്ല പാട്ടുകൾ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ, സിനിമയിൽ തിയേറ്ററിൽ ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ടുകളുള്ള സിനിമകളാണ് കൂടുതലും റീ റിലീസ് ചെയ്ത് ഹിറ്റ് ആവുന്നത്. അതിനൊരു നല്ല സാധ്യതയുള്ള സിനിമയാണ് ഫോർ ദ പീപ്പിൾ. അപ്പം അത് എങ്ങനെ, അതിന്റെ ഒരു ഫീൽ എങ്ങനെയാണ്? അതിന്റെ ഫീൽ വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ കുറെ കാലം നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുന്നു, അത് ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളിപ്പോ ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ ഒരു സിനിമ റീവിസിറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് റെലവെന്റ് ആണ് എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ കാലത്തെ നമുക്ക് ആ ഒരു ലുക്കും ഇപ്പോഴത്തെ ഒരു ആ ഒരു ഇതും തമ്മിലുള്ള കമ്പാരിസൺ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോഡി ഷെയിം കമന്റുകളൊക്കെ വരുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ബോഡി ഷെയ്മിങ് കമന്റുകൾക്കൊക്കെ ഞാൻ വ്യക്തിപരമായി എതിരാണ്. ഞാൻ അതിനൊന്നും, അത് പറയുന്നവരുടെ കാര്യമാണ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാറില്ല. പക്ഷേ ആളുകളിൽ മാറ്റം ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പേഴ്സണലി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിനിമയെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഉള്ളിൽ ചെറിയൊരു അല്ലാത്തൊരു തോന്നലുണ്ട് മാറിയിരിക്കുന്നത്. അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ഉള്ളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിനിമയുടെ പേരിൽ അറിയപ്പെടണമെന്നും ഞാൻ വിചാരിക്കുന്നില്ല, പേഴ്സണലി ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പറയുന്നത് അവരുടെ പെർസ്പെക്റ്റീവാണ്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം അവരുടെ പെർസ്പെക്റ്റീവാണ്, അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. കാലികമായ മാറ്റങ്ങൾ മനുഷ്യരിലും മറ്റെല്ലാ കലാസൃഷ്ടികളിലും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിഴലിക്കുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമാണ്. അത് നമ്മൾ എടുക്കേണ്ടതാണ്, നമ്മൾ ഉൾക്കൊള്ളേണ്ട മാറ്റങ്ങളാണ്. ഈ ഇത് പറഞ്ഞ പോലെ തന്നെ പോലീസ് ഇത് ചെയ്യുന്ന ചേട്ടൻ്റെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് വിമർശനങ്ങളും ഒപ്പം തന്നെ വരാറുണ്ട്. ഇപ്പൊ ഒരു പോലീസുകാരൻ ചെയ്യുന്ന, ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു പോലീസുകാരൻ ഈ ചെയ്യുന്ന ഒരു സംഭവത്തിന് വല്ലാതെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോലീസുകാർ ചെയ്യുന്ന ചില പ്രവർത്തികളെ ന്യായീകരിക്കുന്നു എന്നുള്ള രീതിയിലും കൂടി അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞ ഒരു സിനിമ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ പറ്റിയ കാര്യങ്ങളെ ആൾക്കാർ വിമർശിക്കാറുണ്ട്, ചിലപ്പോൾ അറിഞ്ഞ്. അത് എനിക്ക് ഫീൽ ചെയ്താണ്. ഇതെല്ലാം പറയില്ല, എല്ലാം നമ്മളെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനൊരു പോലീസുകാരനായിട്ടാണ് ജീവിച്ചത്. അപ്പൊ അതിൻ്റെ അകത്ത് നിന്നിട്ട് ഞാൻ ഒരു പക്ഷേ പോലീസ് പക്ഷത്തിൽ നിന്ന് തന്നെ സംസാരിച്ചിട്ടുള്ള സിനിമകളാണ് കൂടുതലും. അല്ലാതെ അതിപ്പം ആൾക്കാരുടെ അഭിപ്രായമാണ്, അതിനെ നമ്മൾ എടുക്കും. തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താൻ ഉള്ള മനസ്സ് നമ്മളുണ്ടാവും. കാരണം ഞാനത് കേൾക്കാറുണ്ട്. റിവ്യൂസ് മീൻസ് അങ്ങനെ സിനിമയെക്കുറിച്ച് ഓൺലൈനല്ല, കുറച്ച് ക്രിറ്റിക്കലായിട്ട് എഴുതുന്ന ആൾക്കാരുടെ എഴുത്തുകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒരു പൊളിറ്റിക്കലി റോങ് ആണ് അപ്പോൾ എന്ന് തോന്നിയാൽ അടുത്ത പ്രാവശ്യം അത് തിരുത്താൻ ശ്രമിക്കും. ഇത് നമ്മളൊരു പ്രോസസ്സാണ്, അത്രയേ ഉള്ളൂ.
ഇപ്പം ഷാഹി കപൂറിന്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, ഇപ്പൊ ജോസഫ് തൊട്ട് തുടങ്ങുന്ന സിനിമകളിലെ ഓരോ സ്ത്രീകൾക്കും ഒരു നായകന് ഒപ്പം തന്നെ സ്പേസ് ഉള്ള കഥാപാത്രങ്ങളാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. ഇത് എഴുതുന്ന സമയത്ത് ഈ ഒരു ചിന്തയിലൂടെ തന്നെയാണോ കഥാപാത്രങ്ങൾ എഴുതുന്നത്? അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് ഞാൻ പറയാം, ബോയ്സ് സ്കൂളിൽ പഠിച്ചു, അങ്ങനെ സ്ത്രീകളുമായി വലിയ സൗഹൃദമൊന്നുമില്ല. ബോയ്സ് സ്കൂളിൽ പഠിച്ചു, പിന്നെ കോളേജ് വന്നപ്പം കോളേജിലൊന്നും ഒരു പ്രണയമൊന്നും ഇല്ലായിരുന്നു, പൊളിറ്റിക്സ് ആയിരുന്നു. പിന്നെ പോലീസ് വരുമ്പം വീണ്ടും ആൺസംഘത്തിനിടെ മാത്രം ജീവിച്ച ഞാനാണ്. അപ്പോൾ എനിക്കൊരു സ്ത്രീ കഥാപാത്രത്തെ എഴുതാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഭയമാണ്. 1-2 സീനിലേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഈ സിനിമ മാറ്റി നിർത്തിയാൽ എൻ്റെ എല്ലാ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പം പക്ഷെ അവർക്ക് കൊടുക്കുന്ന വാല്യൂ അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു വിഷയമുള്ളതുകൊണ്ട് എൻ്റെ ഭയമായിരിക്കാം 1-2 സീനിൽ ഒതുക്കിയാലും അതിലൊരു കാരണം ഉണ്ടാക്കി അല്ലെ സ്ട്രോങ് എലമെന്റ് ഉണ്ടാക്കി എടുക്കുന്നത് എന്റെ ഫിയറിൽ നിന്നാണത്. കാരണം ഈ പടത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നൊരു ലിജോമോളാണ് ഞാൻ ചെയ്ത സിനിമകളിലൊരു കുറച്ചൊരു ലോങ് ആയിട്ടൊരു സ്ത്രീ കഥാപാത്രമുള്ളൂ. എങ്ങനെയാണ് ലിജോമോളിലേക്ക് ഇത് എത്തുന്നത്? അങ്ങനൊന്നുമില്ല, ലിജോ നമ്മളാ ഒരു കഥാപാത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കണക്ട് ആവുന്ന, അല്ലെ ഈ സിനിമയ്ക്ക് ഏറ്റവും യോജിച്ചു എന്നുള്ളത് കൊണ്ടാണ് ലിജോ വരുന്നത്. ലിജോ നല്ല ആർട്ടിസ്റ്റാണ്, ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ബ്രഹ്മയുഗം ഇപ്പൊ നാഷണൽ അവാർഡ് വിൻ ചെയ്തു. ഇനിയിപ്പോ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ കളങ്കാവൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അറിയില്ല, പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷ ഉണ്ട്, എപ്പോഴും ഉണ്ട്. എല്ലാ പടത്തിനും പ്രതീക്ഷ ഉണ്ട്. ഇപ്പൊ ഈ സ്റ്റാർസിന് വേണ്ടിയിട്ട്, വലിയ സ്റ്റാർസിന് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നു, അവർക്ക് പാരലായിട്ട് നിൽക്കുന്നു, ഒരു ടെൻഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സ് എപ്പോഴെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് വന്നു പോയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇപ്പൊ മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടി മാത്രം കഥകൾ എഴുതുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് മറ്റൊരാളിലേക്ക് പോവുക അല്ലെങ്കിൽ ആ ഒരു എത്തുമോ എന്നുള്ളൊരു. ആക്ച്വലി ഞാൻ ലാലേട്ടനൊരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരിക്കലും ഒരു ഫുൾ കഥയായിട്ട് എവിടെയും പ്രസന്റ് ചെയ്തില്ല. ഈ കഥയാണല്ലോ ഒരു ഐഡിയ മാത്രമേ പിച്ച് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. എനിക്കൊന്ന് ജോസഫും ഒരു ഐഡിയ പിച്ച് ചെയ്തതിന് ശേഷം എഴുതിയതാണ്. അപ്പോൾ അങ്ങനെ പാട്രിയന്റെ സെറ്റ് വെച്ചിട്ട് ഞാൻ പുള്ളിക്ക് കഥ പറഞ്ഞിരുന്നു, ഒരു ഐഡിയ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ ഐഡിയ ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ കഥ പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് സ്ട്രെയിറ്റ് നീ ഒന്ന് എഴുതി തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അത് എഴുതുവാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ലാലേട്ടന് വേണ്ടി എഴുതുമ്പം നമ്മളിനി കൊടുക്കുന്ന ഒരു സാധനം റിജക്ട് ചെയ്യുന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ റീറൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അത് അപ്പൊ അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. കാരണം അതിനിടെ നമ്മൾ ഈ പടത്തിന്റെ ഇടയിൽ കൂടെ പോകുന്നു, അതിന്റെ ഇടയിൽ എഴുത്തൊരു പ്രോസസ് സൈഡിൽ കൂടെ നടക്കും. ചേട്ടനൊപ്പം വന്ന എല്ലാ നടന്മാരും ഒരു ക്യാരക്ടർ ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പം ചേട്ടനെ ഏതൊരു ഘട്ടത്തിലായിരിക്കാം ഒരു ക്യാരക്ടർ ലിഫ്റ്റിംഗ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ല, ഞാനത് മറ്റൊരാള് ക്യാരക്ടർ ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. വേറൊരാൾ ചോദിക്കുമ്പോഴാണ് അത് നടന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു പ്രോസസ്സാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇത് ചിലപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു സിനിമയിൽ ഒരു ആക്ടർ എന്ന് പറയുന്നത് അയാൾ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ്. അത് മറ്റൊരാളുടെ തീരുമാനങ്ങളിലാണ് നമ്മളുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഞാൻ അതിന് വിട്ടുകൊടുക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഭയങ്കരമായൊരു ശ്രമം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എനിക്ക് ഈ പരിസരങ്ങളിൽ നിൽക്കാൻ വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ അതാണ് എൻജോയ് ചെയ്യുന്നത്, ഈ സിനിമയുടെ ഈ പ്രോസസ്സ്. അതിൻ്റെ കൂടെ നമ്മൾ ഫൈൻ മൈൻഡ്സിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ അങ്ങനെ അല്ലാതെ വളരെ റിലാക്സ്ഡായി സിനിമ ചെയ്യുന്നവരോട് വർക്ക് ചെയ്യുന്നു. പലതരം ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇവിടെയൊക്കെ ഞാനുണ്ട് എന്നുള്ളൊരു സന്തോഷമാണുള്ളത്. ബാക്കി നമ്മളുടെ കരിയറിൽ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നമുക്ക് വലിയ നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒന്നാമത് ഒരു മിക്സഡ് ആർട്ടാണ്, ഒരുപാട് പേര് ചേർന്ന് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് മറ്റ് ചില മൈൻഡ്സിൻ്റെ കയ്യിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അതിലൊരു നിരാശയും ഉണ്ടാവാൻ പാടില്ല. അതിൽ നമുക്കൊരു ഗ്രിപ്പ്, നമ്മളാണ് അതൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് തോന്നാനും പാടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉണ്ടാകുന്നത് പോലെ വരിക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെ വരിക. ഒരു ക്യാരക്ടർ ഷിഫ്റ്റിന് വേണ്ടിയിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനൊരു ആഗ്രഹം നമ്മളുടെ ജേണിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. പലപ്പോഴും വിപുലമായിട്ടുള്ള കാത്തിരിപ്പുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലും നല്ലതാണ് നമ്മളൊരു പ്രോസസ്സിൽ പങ്കെടുക്കുകയും കൂടുതൽ റിഫൈൻഡ് ആവുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വ്യക്തിപരമായിട്ട്. ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ സോങ്ങുകൾക്കൊക്കെ ഒരു മെലഡി ഫീലിൽ പോകുന്ന പാട്ടുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഒരു ഡപ്പാങ്കൂത്ത് അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട്? അല്ല, എനിക്ക് അങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ല. ഇപ്പൊ കൂടുതലും ത്രില്ലേഴ്സ് അങ്ങനത്തെ ഒക്കെ ഒരു ജോണിൽ തന്നെയാണ് പോയേക്കുന്നത്. അപ്പൊ അതിൽ ത്രില്ലർ ആണെങ്കിലും അതിലെന്തൊക്കെ നമുക്ക് ഡിഫറൻസ്, ഐ മീൻ പല ഡയറക്ടേഴ്സ് അവരുടെ രീതികളിൽ വ്യത്യാസമുണ്ട്, കഥ പറയുന്ന രീതികളിലും അതൊക്കെ സ്ക്രിപ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ അതിലുള്ള മാറ്റങ്ങളാണ് കൂടുതലും. ഡപ്പാങ്കൂത്ത് വരുമ്പോ ചെയ്യാം. അതെ.
ഏതെങ്കിലും ഒരു സിനിമയിലെ പാട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിനിമയോ ഐ മീൻ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. വേണ്ടി വന്നാൽ മുജീബ് ഡപ്പാങ്കുത്തും ചെയ്യും എന്നാണ് ഇതിന്റെ സന്ദേശം. നമ്മള് സാധാരണ ഇപ്പം മറ്റിപ്പോ ഇപ്പം കോളിവുഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ സായി അഭ്യങ്കർ പോലത്തുള്ള ചെറിയ മക്കളെന്നല്ല, ചെറിയ മ്യൂസിക് ഇവര് ചെയ്യുന്ന സോങ്ങുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് എവിടെയൊക്കെയോ കേട്ട് മറന്നൊരു ഫീൽ. ഡപ്പാങ്കൂത്തിന് ഏറെക്കുറെ നമുക്ക് കേൾക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയാലും ആണെങ്കിലും ഒരുപോലെ തോന്നുമെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ പോർഷനിലായിരിക്കും ഋതം മാറുന്നുണ്ടാവുക. ഇതിലാണ് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ മെലഡി എന്ന് വരുമ്പോൾ നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് കേട്ടത് നമുക്ക് ഒരിക്കലും പിന്നീട് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ മറ്റേതുപോലെ ഡ്രംസ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ഇല്ല, മാറ്റാം. നമുക്ക് മെലഡി നമുക്ക് എങ്ങനെ വേണമെങ്കിലും റീകൺസ്ട്രക്ട് ചെയ്യാം. അതിപ്പോ ചിലപ്പോൾ ഒരു റിതം എടുത്ത് മാറ്റിയാൽ തന്നെ മെലഡീന്റെ വേറെ രീതിയിലായിരിക്കും അത് അതിന്റെ ഒരു ക്യാരക്ടർ വരുന്നത്. അങ്ങനെ എനിക്കങ്ങനെ റിജക്റ്റ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പടത്തിലൊരു വിധം ചെയ്തതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ കൂടുതൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സോ കമ്പോസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഭയങ്കര AR റഹ്മാൻ ഫാനാണ്. അതുപോലെ തന്നെ ഹാൻസിമ്മ ഫാനാണ്. പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന സന്തോഷ് നാരായണൻ, അമിത് ത്രിവേദി ഇവരൊക്കെ പാട്ടുകൾ ഞാൻ കേൾക്കും. ഇപ്പൊ ആക്ച്വലി എല്ലാ പാട്ടുകളും കേൾക്കും. പക്ഷെ എന്നെ ചെറുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് ഇപ്പൊ AR റഹ്മാൻ അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജന്തർ മന്ദറിലെ അതിന്റെ ഒരു പ്രതികരണം കൂടി ഇപ്പൊ സ്റ്റുഡൻസ് 2026 ഇപ്പൊ അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ എന്തായാലും ഉറ്റുനോക്കാൻ പോകുന്ന ഒരു സമരമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ആയിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായിരിക്കാം. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രതികരണം എന്താണ് തോന്നുന്നത്? വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ജനകീയ മുന്നേറ്റം എന്നുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഏറ്റവും യങ് മൈൻഡുകളിൽ നിന്ന് വന്നു എന്ന് പറയുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കോസ് ഉണ്ട്. അത് നമ്മൾ ഭരിക്കാൻ തിരഞ്ഞെടുത്ത ആളുകൾ നിർബന്ധമായും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അവർ അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അത് അഡ്രസ്സ് ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇല്ല, ഞാൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എനിക്കൊരു എന്നിലൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെ എനിക്കൊരു രാഷ്ട്രീയ ബോധമുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ഇത് പുറത്ത് പറയേണ്ട കാര്യമല്ല. കാരണം ഞാൻ ഒരു PDC വരെ പഠിച്ച ഒരു മനുഷ്യനാണ്. ഞാൻ പറയുന്നത് ഭയങ്കര ഇമോഷണലി ആയിരിക്കും ഞാനൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അത്ര അറിവുള്ളവരും അത്തരം ആൾക്കാരുമാണ് സംസാരിക്കേണ്ടതെന്നാണ്. ഞാനിപ്പം ഇമോഷണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ കുട്ടികളുടെ നിൽക്കും. ഇമോഷണലി ആ കുട്ടികളുടെ നിൽക്കണതാണ്. കാരണം ഒരു കുട്ടികളുടെ സമരത്തെ ഇങ്ങനെ അങ്ങനെ അക്രമാസക്തമാക്കെന്ന് പറയുന്നതിനോട് വിയോജിപ്പുണ്ട്. കാരണം അത് അവരെ വിളിച്ച് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ കാണുക, അതിനൊരു സമാധാനപരമായ ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ആ സമരം എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പല സമരങ്ങളും കണ്ടുവരും. ഇപ്പം നിർഭയ സമരം ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് വലതുപക്ഷം, ഒന്ന് ഇടതുപക്ഷം. വലതുപക്ഷം എന്ത് പറഞ്ഞാലും ഇടതുപക്ഷത്തിന് ഇഷ്ടമല്ല, ഇടതുപക്ഷം എന്ത് പറഞ്ഞാലും വലതുപക്ഷത്തിനില്ല. ഇതിനിടയിൽ കുറച്ച് മനുഷ്യരിവിടെ ഉണ്ടാവണമെന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യുക, സൈബറായിട്ട് അറ്റാക്ക് ചെയ്യരുത്, എന്താ പറയുക, സംസാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരാൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നവർ പറയട്ടെ. അതിനെ എന്തിനാണ് എതിർക്കുന്നത്? അത് ഏത് കൂട്ടരാവട്ടെ, അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ആണെങ്കിലും അങ്ങനെ പറയുന്നവരെ പോയി സോഷ്യൽ മീഡിയയിലോ അല്ലാതെ പൊതുവെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ശീലം വളരെ മോശമായിട്ട്. ഇൻക്ലൂസീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ചേട്ടന്റെ ഒരു പ്രതികരണം അതിലേക്ക് വരുമ്പോ, ഞാൻ നേരത്തെ വേറെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് ലൈക്ക് ഭയങ്കര പ്രൗഡാണ്. അതായത് പുതിയ ജനറേഷൻ മുന്നോട്ട് വരുന്നു. ചിലപ്പോൾ ഇത് ഈ ഒരു ഇതിന്റെ ഭാഗം മാത്രം ആവണമെന്നില്ല. പല പല കാര്യങ്ങളും പൈൽഡപ്പ് ആയതിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ലൈക്ക് ഗവൺമെന്റ് അതിന് എന്താ പറയാ പ്രോപ്പറായിട്ട് കേൾക്കുക, സോൾവ് ചെയ്യുക, പീസ്ഫുൾ ആയിട്ട് അവസാനിക്കുക, പീസ്ഫുൾ ആകുക എന്നുള്ളതാണ്. സമാധാനമാണ് നമുക്ക് ആവശ്യം. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരം തരാതിരിക്കുക എന്നുള്ള ഒരു സാധനം കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ഇതിനെയാണ് അവിടെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളൊരു സംഭവം കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഈ കോക്രോച്ച് പാർട്ടീന്റെ ഒരു മുന്നേറ്റം, ആദ്യം ഒരു കുറച്ചു പേര് ഇരുന്ന് നടന്നിട്ടൊരു സാധനം ഇപ്പൊ അത് മൊത്തത്തിൽ ഏറ്റെടുക്കുന്നു. ഇതിന്റെ ഒരു ഭാവിയെ എങ്ങനെയാണ് കാണുന്നത്? ഇതിന്റെ ഭാവിയെ ഇതെങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത്. ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പറ്റാത്തൊരു ആർജവും ഒരു യുവത്വം നേടിയെങ്കിൽ അത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ പരാജയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എന്താ അതിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്? എക്കോ ആണെങ്കിലും കിഷ്കിന്ധാകാന്ഡാണെങ്കിലും കളങ്കാവലാണെങ്കിലും ഈ 3 സിനിമയും ഭയങ്കര എന്താ പറയാ, എവിടെയൊക്കെയോ ഇതിന് 3നും ഒരു കണക്ഷൻ ഉണ്ട്. കണക്ഷൻ മീൻസ് ഒരു സ്ലോ ഫേസില്, സോ റിതത്തില് ഇങ്ങനെ പക്ഷെ ഇത് 3ഉം മാറ്റി മാറ്റിയാണ്. 3 എണ്ണത്തിന്റെയും ഒരു ഇതാണെങ്കിലും
ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മ്യൂസിക് കേൾക്കുമ്പോഴോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഏതാണ് സിനിമ അല്ലെങ്കിൽ ഏത് സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന്. ഇത് എപ്പോഴും ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ സിനിമയ്ക്കും മ്യൂസിക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ചെയ്ത സ്കോർ എപ്പോഴെങ്കിലും വേറൊരു സിനിമ സ്കോർ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ വരാറുണ്ടോ? വരാം, അത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ 3 പടം വർക്ക് ചെയ്യുമ്പോഴും ഇപ്പൊ ഡയറക്ടറിന്റെ ഒരു വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ റൈറ്ററിന്റെ. ഇപ്പൊ എനിക്ക് ബാഹുലും ദിൻജിത്തായിട്ട് കുറെ ആയിട്ടുള്ള പരിചയം. അപ്പൊ എനിക്ക് ഇവരുടെ ഒരു സ്റ്റൈല് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവർക്ക് എന്താ വേണ്ടതെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇപ്പൊ കിഷ്കിന്തായാലും ഇപ്പൊ ഞാൻ ചെയ്ത എല്ലാ പടത്തിലും ഇട്ടു. അപ്പൊ ഈ പടങ്ങൾ 3 എടുത്ത് വെച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവരുടെ പേരെടുക്കുന്നു. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു അവിടെ. ചില സീൻസ് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ റിജക്ട് ചെയ്തിട്ടില്ല. അവർ കേട്ട് കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓക്കെ നമുക്ക് ഈ സാധനത്തിലേക്ക് തന്നെ പോവാം. പിന്നെ ബാഹുൽ തന്നെ ചിലപ്പോൾ കറക്റ്റ് ചെയ്യാം, നമുക്കിത് ബാഹുൽ അല്ലെങ്കിൽ ദിൻജി ആയാലും ഒരു ഓക്കെ നമുക്കിത് ഇങ്ങനത്തെ പരിപാടികൾ വേണ്ട, വേറെ രീതിയിൽ പോവാം. അതുപോലെ തന്നെയായിരുന്നു കളങ്കാവലും. ഡയറക്ടറിന് എന്താ വേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ കളങ്കാവിൽ കുറച്ചും കൂടി ഒരു ജാസ് അങ്ങനത്തെ രീതിയിലായിരുന്നു ആദ്യം അപ്രോച്ച് ചെയ്തത്. അപ്പൊ ജിത്തിനാണ് പറഞ്ഞത് നമുക്ക് അങ്ങനെ പോകണ്ട, കുറച്ചൊരു മാസ് എലമെന്റ് വേണം, കുറച്ചും കൂടി ഒരു മാസ് അപ്പീൽ പിടിക്കാം, കുറച്ചും കൂടി ഒരു ലൗഡ് രീതിയിൽ പോവാം. അങ്ങനെയാണ് കളങ്കാവിൽ നമ്മൾ ഫിക്സ് ചെയ്ത് പോയത്. ഇപ്പം ഷാഹി കബീർ എന്നൊരു തിരക്കഥാകൃത്ത് കിരൺദാസ് എന്നൊരു എഡിറ്റർക്ക് ഈ കഥ സംവിധാനം ചെയ്യാൻ കൊടുക്കുകയാണ്. അതിന്റെ ഒരു ഇതെന്തായിരുന്നു? ഭയങ്കര രസകരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഗോവ IFFI പടം കാണുകയാണ്. അപ്പോൾ IFFI സിനിമ കണ്ടോണ്ടിരുന്ന കൂട്ടമായി കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. അതിന് പെട്ടെന്നൊരു ടോക്ക് വന്നതാണ് കിരണ് ഡയറക്റ്റ് ചെയ്തുകൂടെ. കിരണിന്റെ ഒരു ഫ്രണ്ട് പറയണേ, എന്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ടാണ്. അപ്പൊ ഞാനും പറഞ്ഞു ഇയാൾക്ക് ചെയ്തുകൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇയാൾ പടം ഞാൻ പറയുന്നത് വെച്ചാൽ AC റൂമിലിരുന്ന് എഡിറ്റ് ചെയ്തല്ലോ, കളത്തിലിറങ്ങി നമ്മൾ പണിയെടുക്കാൻ പഠിക്കണ്ടേ, എന്നാലേ ഇത് അറിയത്തുള്ളൂ. നമ്മളുടെ ആ ബുദ്ധിമുട്ട് അറിയത്തില്ല. അവിടെ എഡിറ്റ് ചെല്ലുമ്പോൾ പുള്ളി അതെന്താ ഭയങ്കര ഡയലോഡിയാണ്, ഒന്ന് കളത്തിലിറങ്ങി വെയിലത്ത് പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കിരണ് പടം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ കിരൺ അടുത്ത ചെക്ക് എനിക്കിട്ട് തിരിച്ചു വെച്ചു, താൻ സ്ക്രിപ്റ്റ് തരാമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് തരാം. പുള്ളി ചെയ്യാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ പുള്ളി അടുത്ത ചെക്ക് വെച്ച് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടുത്ത് ചെയ്യാൻ പോകുന്നൊരു സിനിമയുടെ ആ സ്റ്റോറി എനിക്ക് തരാമെന്ന് പറഞ്ഞു. തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പ്രാക്ടിക്കലി സമയം എടുക്കുന്നതിന് മുമ്പ് കിരൺ ഇതിന്റെ അകത്ത് പെട്ടുപോയി. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ ഈ പടത്തി തന്നെയാണ്. അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 10-40ഓളം സംവിധായകർക്ക് വേണ്ടി ചെയ്ത പടമാണ്. കാരണം സംവിധാനം എന്താന്ന് ബുദ്ധിമുട്ടെന്താന്ന് ഇയാൾ അറിയട്ടെ. ഇത് എഡിറ്റ് ചെയ്യുന്ന റൂമിലെ പണിയല്ല, ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്യുക, പല ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുക, ഇത് സ്ഥാനത്തെ കൊണ്ടുനടക്കുന്നത് ഇൻട്രസ്റ്റിംഗ് പാർട്ടും. ഇപ്പം കിരൺദാസിനെ പോലത്തെ ഒരു ഫൈൻ എഡിറ്റർ ഡെബ്യൂ മൂവിയാണ് അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയാണെന്നുള്ളതാണ് അതിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. നിങ്ങൾ ഈ എഡിറ്റിംഗ് ടേബിളും ഡയറക്ഷനും എഡിറ്ററും ഒരുമിച്ചിരുന്നിട്ട് സജഷൻസ് കൊടുത്തിട്ടാണോ ഇത് ചെയ്തിരുന്നത്? ഇല്ല, അങ്ങനല്ല. ഞാൻ തൊണ്ടിമുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിരൺ അതിന്റെ എഡിറ്ററാണ്. അന്നോട്ടൊരു സൗഹൃദമുണ്ട്. പലപ്പോഴും നമുക്കൊരു കഥ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കിരണ്ടിക്കലാണ്. ഒരു ഇമോഷനും ഇല്ലാതെ അയാൾ അതിൻ്റെ അകത്ത് അത് വർക്കായില്ല ഇത് വർക്കായില്ലെന്ന് പറയും. നമുക്കത് ബൗൺസ് ചെയ്യാൻ എളുപ്പമുള്ളതാണ്. ഇപ്പം ഇലവിള പുഞ്ചിറ ഞങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര ഫൈറ്റ് ഉണ്ടായ സീനുണ്ട്. കാരണം പുള്ളി പറയുന്നത് ആദ്യത്തെ ഫാമിലി വരുന്നതും ഇടിവെട്ടുന്നതും പുള്ളിക്കത് ശരിയാവില്ല. ഞാൻ പല ആവർത്തി അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ പല ആവർത്തി ആലോചിച്ചു. എന്നിട്ട് അവസാനം ഞാൻ പുള്ളിയൊക്കെ തിരിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനിത് പടത്തി വെക്കാൻ പോവാണ്, ഇതിനേക്കാളും നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. പാടി എനിക്ക് കുറ്റം പറയാൻ അറിയത്തുള്ളൂ, അത് വേണ്ട. അതാണ് കിരൺദാസ്. ഭയങ്കര ബ്രൂട്ടലായിട്ട് നമ്മൾ പറയുന്ന കഥയൊക്കെ കൊന്നു കളയും. അപ്പൊ നല്ല സൗഹൃദമാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു മീറ്റർ ഉണ്ട്, അല്ലെ ഈ പറഞ്ഞ കണക്ക് ബാഹുല് നിങ്ങൾ പറഞ്ഞ കണക്കാണ്. നമുക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരാണ്, ഭയങ്കര സൗഹൃദത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഇത് കഴിയുമ്പോ പറഞ്ഞോ അളിയ ഇനി ഞാൻ പറയാൻ വരില്ല, നിന്റെ അടുത്ത് കട്ടുപിടിക്കാൻ വരില്ല? അല്ല, ജോൺ പോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ ഗപ്പിയുടെ ഒക്കെ ഡയറക്ടർ. സെറ്റ് ഫസ്റ്റ് ഡേ വന്ന് അല്ല ഇവനൊന്നും ചെയ്യുന്ന കാണട്ടെന്നും പറഞ്ഞ വെയിൽ കൊള്ളുന്ന കാണട്ടെ. കിരണിന്റെ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഏർലി മോർണിംഗ് എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഡയറക്ടർ അപ്പൊ ഉറങ്ങുമായിരിക്കും. അപ്പൊ ആ ഒരു സ്പേസ് എപ്പോഴും എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഇത് എപ്പോഴും സാറ്റിസ്ഫൈങ് ആയിരുന്നു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ലേ, ഞാനും കിരണും കൂടെ വർക്ക് ചെയ്ത സമയങ്ങളിൽ വളരെ ഞാൻ സിനിമ ചെയ്യുമ്പോൾ പണി എളുപ്പമാക്കുക എത്രയും പെട്ടെന്ന് ആകാൻ വേണ്ടി ഒരു സ്ക്രീൻ പ്ലേ എഴുതി തരും. ഞാൻ ഡയറക്ടറിന് വേണമെങ്കിൽ ആ സ്ക്രീൻ പ്ലേ തന്നെ കഴിയുന്ന ഒരു എഡിറ്റഡ് വെർഷൻ, അതിൽ കൂടുതൽ പണിയെടുക്കാൻ മേലാത്തതുകൊണ്ട്. അപ്പം അത് കൃത്യമായി എൻ്റെ എഡിറ്റർക്കിലെ ക്യാമറമാൻക്കിലെ എല്ലാം സംസാരിച്ചിട്ടാണ് നമ്മൾ ഷൂട്ടിന് പോകുന്നത്. അതുകൊണ്ട് ഷൂട്ട് കഴിഞ്ഞ് ഫുട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ
ഞങ്ങൾ 1, 2, 3 സിറ്റിങ്ങിലൊക്കെ തീരുന്നൊരു പരിപാടിയേ ഉള്ളൂ. Okay. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു സിനിമയില്? ഈ സിനിമയുടെ സെറ്റിൽ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? പറ്റിയിട്ടില്ല. ഇല്ല. വന്നില്ല, കഥ കേൾക്കാൻ പോലും വന്നില്ല. ഞാനാണ് പുള്ളിയുടെ സ്റ്റുഡിയോട്ട് ചെയ്തത്. തിരക്കായിരുന്നു അന്ന് 1-2 പടത്തിന്റെ വേളത്തിരിക്കുന്ന സമയം. ഈ ഭയങ്കര എന്താ എക്സൈറ്റ്മെന്റ് തോന്നിയ അല്ലെങ്കിൽ നല്ലൊരു ഓർമ്മ എന്തായിരിക്കും ഈ സിനിമയുടെ ഒരു സെറ്റിൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനും കിരണും കൂടി സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഇനിഷ്യലി ചിന്തിച്ച ഒരു സെക്കൻഡ് ഹാഫ് വേറെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു മാറ്റത്തിലോട്ട് വന്നു. അങ്ങനത്തെ ആ ട്രാവൽ തൊട്ട് ഇന്നിവിടെ ഇരിക്കുന്ന മൊമെന്റ് വരെ ഏറെക്കുറെ എത്ര വർഷത്തെ ട്രാവൽ ഉണ്ട് ഉന്മാദം എന്ന്? ഇനിയിപ്പോ 31 എനിക്കൊന്ന് ഈ കഥയുടെ ഐഡിയ ഉണ്ടായിട്ട് കുറെ വർഷമായി. ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഏകദേശം 1 വർഷം കറക്റ്റ്. ഒരു കർക്കിടക 1-നാണ് ലൊക്കേഷൻ കാണാൻ തുടങ്ങുന്നത്. എനിക്കൊന്ന് അതിനൊരു മാസം മുമ്പാണ് ചാക്കോച്ചയുടെ ഐഡിയ പോയി പറയും. ഓക്കെ, അപ്പം ജൂലൈ 31 ഉന്മാദം വലിയ ഹിറ്റ് ആവട്ടെ, സക്സസ് ആവട്ടെ. ഇതും ഒരു ബെഞ്ച് മാർക്കായിട്ട് ഷാഹിദ് കബീറിന്റെ പ്രൊഫൈലിൽ ഇരിക്കട്ടെ. താങ്ക്